വായനാറ്റം, മോണരോഗം, ഇതൊക്കെ നമ്മൾ ശരിക്കും വിളിച്ചു വരുത്തുന്നതല്ലേ? ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പല്ലല്ലേ, പിന്നീട് നോക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. നമ്മൾ ഡെയിലി പല്ല് തേക്കുന്നു എന്നുള്ള ഒഴിച്ച് വേറെ എന്താണ് നമ്മൾ ഈ ശരിക്കും പല്ലിന് വേണ്ടി ചെയ്യുന്നത്? ചിലർ ഡെയിലി പോലും തേക്കാറില്ല എന്നുള്ളതാണ് സത്യം. പല്ല് ശരിക്കും ബ്രഷ് ചെയ്യേണ്ട രീതിക്കാണോ നമ്മൾ ചെയ്യുന്നത്? ഫ്ലോസ് ചെയ്യാറുണ്ടോ? വേണ്ട. ഉപയോഗിക്കുന്ന പേസ്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് പോലും പലർക്കും അറിയത്തില്ല. കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് എഴുതിയിരിക്കുന്ന പേസ്റ്റ് ആയിരിക്കും പലപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ പല്ലിന്റെ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുന്നു എന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇനിയെങ്കിലും പ്രോപ്പർ ഓറൽ ഹൈജീൻ അറ്റൻഷൻ കൊടുക്കണമെന്നുള്ളവർക്ക് നമ്മുടെ എഡിനോറ സെൻസി പ്രോ ട്രൈ ചെയ്ത് നോക്കാം. ഇത് മാത്രമല്ല, ഇതിന്റെ കൂട്ടത്തിൽ ഡെന്റൽ ഫ്ലോസിങ്ങും ശീലമാക്കുക, റെഗുലർ ആയിട്ട് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ചെക്കപ്പും ചെയ്യുക. അങ്ങനെ നമ്മുടെ NOSP പറഞ്ഞിരിക്കുന്ന 89.6% ആൾക്കാർക്ക് പല്ലിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പെർസെൻറ്റേജ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ സമ്മർ സെയിൽ നടക്കുകയാണ്. ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാം. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിളുമാണ്.